ശ്രീമതി സിമി റോസ് ബെൽജോൺ, അവർ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുടെ എന്റെ തലയിലോട്ട് വരുന്നത് ഞാൻ 5 വർഷം നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുടെ വിവരങ്ങൾ തനിക്ക് വ്യക്തിപരമായി ഇപ്പോൾ നിരവധിയായിട്ടുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ആരോപണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ താങ്കളുടെ പക്കൽ ഉണ്ട് എന്ന് പറയുന്നു. കൂടുതൽ പേർ ഇപ്പോൾ നിരവധിയായിട്ടുള്ള സ്ത്രീകൾ തുടരുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ ഈ നിലയ്ക്ക് പുറത്തു പറയാൻ കഴിയാത്ത വിധം പ്രശ്നങ്ങളുള്ള വീർപ്പ് മുട്ടി കഴിയുന്ന ഒരു സാഹചര്യം അവിടുത്തെ സ്ത്രീകൾക്കുണ്ട് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അല്ല, എല്ലാ സ്ത്രീകൾക്കും ഇല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ 28 കൊല്ലം ഒരു പോസ്റ്റും ഇല്ല, ഒരു MLA ആയില്ല, ഒരു MP ആയില്ല, ഒന്നും ആയില്ല. പുറത്തുനിന്ന് കതറിട്ട് ഓരോരുത്തരായിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിമാനം എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പോസ്റ്റും MLA MP ഒന്നും കിട്ടിയില്ല, ഡൽഹിയിലൊരു വീട് കിട്ടിയില്ല, പിന്നെ തുള്ളിച്ചാടാനായിട്ട് കുറച്ച് പുതിയ നേതൃത്വത്തെ ഒന്നും കിട്ടിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇന്നും വിളിച്ചാലുണ്ടല്ലോ, ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ചാണ്ടി മോൻ്റെ ഇലക്ഷൻ ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഒരു ബസ്സിലാണ് ആളുകൾ പോകുന്നത്. എനിക്ക് അത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ നേതാക്കൾ വിളിച്ചാൽ ഒരു കാറിൽ കയറാൻ 4 പേര് വരുമോ? സിമ്മി റോസ് ബെൽജോൺ വിളിച്ചാൽ വരും. മണി പവർ കൊണ്ടല്ലത്. ഞാനൊക്കെ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ടാണ്. അവർക്കൊന്നും ഒരു പോസ്റ്റും വേണ്ട, അവർക്ക് വെറും ഈ പാർട്ടിയോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്, ഒന്നും കിട്ടാതെ നിങ്ങളുടെയൊക്കെ ആട്ടും തുപ്പും കൊണ്ട് നടക്കുന്ന 100,000 പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് വലിയൊരു ആരോപണമുണ്ടല്ലോ, ഈ സ്ഥാനമാനമോഹികളല്ലാത്തവർക്കെല്ലാം വളരെ സജീവമായി പൊതുപ്രവർത്തനം നടത്താൻ കഴിയുന്ന, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ പൊതുപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ KPCCയുടെ നേതൃത്വം. ആ ഒരു വിഷയത്തിലുള്ള താങ്കളുടെ മറുപടി എന്താണ്? എന്താ സ്ഥാനമാനങ്ങളില്ലാതെ ഞങ്ങളിപ്പോൾ ഞാൻ ഈ 5 വർഷം എൻ്റെ AICC മെമ്പറായിരുന്നു, ഞാൻ KPCC എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു, ഞാൻ ഓൾ ഇന്ത്യ സെക്രട്ടറി ആയിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ പോസ്റ്റ് MLA MP AICC സെക്രട്ടറി ഒക്കെ വഹിക്കുന്ന ആളുകളില്ല. അതിലൊന്നും പ്രശ്നമില്ല. എൻ്റെ കൂടെ PSC മെമ്പറായിരുന്ന 2 പേര് ഇപ്പോൾ ഈ KPCCയുടെ ഭാരവാഹിയാണ്. മറ്റേ അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥും അദ്ദേഹത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥ് സാറ്, ബെൻസൺ സാറും. അപ്പോൾ അവർ 2 പേരും ഇപ്പോൾ ഉണ്ട്, നിലവിലെ കമ്മിറ്റിയിലുണ്ട്. അതിലൊന്നും പ്രശ്നമില്ല. അവർ പെൻഷൻ വാങ്ങിക്കുന്നതും, വിജയലക്ഷ്മി ടീച്ചർ PSC മെമ്പറായിട്ട് പെൻഷൻ വാങ്ങിച്ചിട്ട് പാർലമെൻറ്റിൽ മത്സരിച്ച് പാലക്കാട്, അത് പ്രശ്നമില്ല VD സതീശന്. എനിക്ക് പെൻഷൻ കിട്ടുന്ന ഒരു വിധവയായ, ഒരു 11 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടെ അമ്മയായ ഈ പാവപ്പെട്ട സ്ത്രീ പെൻഷൻ വാങ്ങിക്കുന്ന അങ്ങേർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇന്നലെയും പറയണ്ടായിരുന്നു, നിങ്ങൾ പെൻഷൻ വാങ്ങിക്കുന്നില്ലേ, നിങ്ങൾക്കിനി എന്താണ് കിട്ടാനുള്ളതെന്ന്. പത്മജയോട് ചോദിച്ചു, നിങ്ങൾക്കിനി ഈ പാർട്ടി എന്താ തരാനുള്ളതെന്ന്. പത്മജ പറഞ്ഞേ, നിങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും തരണ്ട. പത്മജയ്ക്ക് അറിയാം, സിമി റോസ് ബെൽജോൺ ഈ യൂത്ത് കോൺഗ്രസിന് വേണ്ടി സ്റ്റേറ്റ് മുഴുവൻ നടന്ന് പ്രവർത്തിക്കുമ്പോൾ, കേരളം മുഴുവൻ നടന്ന് പ്രവർത്തിക്കുമ്പോൾ, ഈ ഓരോ ജില്ലയിൽ പോകുമ്പോഴൊക്കെ ഈ VD സതീശൻ അവിടെ സിറ്റി ഹോസ്പിറ്റലിൽ അവിടുത്തെ ജീവനക്കാരനായിട്ട് ഡോക്ടർ വേണുഗോപാലിൻ്റെ സിറ്റി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യായിരുന്നു. അതുകൊണ്ട് എന്നെ പൊളിറ്റിക്സ് ഒന്നും പഠിക്കണ്ടേ. രമേശ് ചെന്നിത്തലനെ ചതിച്ചും വഞ്ചിച്ചും പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒക്കെ കുത്തി ആ പോസ്റ്റ് നേടിയെടുത്തല്ലോ. ആ മിടുക്കൊന്നും എന്നോട് കാണിക്കണ്ട. അവരെയൊക്കെ ഒരു മൂല കരുതിയിട്ടുണ്ടല്ലോ, അത് മതി. എനിക്കൊരു സത്യമുണ്ട്, എനിക്കൊരു നേരും നെറിയുമുണ്ട്. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റുമായിരിക്കും, അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മാന്യതയുടെ പരമാവധി, ക്ഷമയുടെ നെല്ലിപ്പലക. എൻ്റെ 5 വയസ്സ് കൂടിയിട്ടും ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇനി എന്നെ കൊണ്ട് പറഞ്ഞാലുണ്ടല്ലോ, അവിടെ ദൈവം പ്രവർത്തിച്ച് നിങ്ങൾ വീട്ടിലിരിക്കേണ്ടി വരും കേട്ടോ.